ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വെറുമൊരു ചരിത്രകഥയല്ല, നമ്മുടെയൊക്കെ ധാരണകളെ, പ്രത്യേകിച്ചും എന്താണ് അധികാരം, എന്താണ് യഥാർത്ഥ രാജകീയത എന്നൊക്കെയുള്ള ചിന്തകളെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരൊറ്റ സ്വപ്നത്തിന് ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ തന്നെ ഗതി മാറ്റാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഉമ്മു ഹബീബയുടെ ഈ അവിശ്വസനീയമായ കഥ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്വന്തം നാടും വീടും വിട്ട് വിശ്വാസം മാത്രം കൈമുതലാക്കി അബ്സീനിയ എന്നൊരു അന്യദേശത്ത് അഭയാർത്ഥിയായി കഴിയുകയാണ്. ചുറ്റും അപരിചിതമായ മുഖങ്ങൾ, ഭാഷ. ആ ഒരു സാഹചര്യത്തിലെ ഒരു രാത്രി ഉമ്മു ഹബീബ ഒരു സ്വപ്നം കാണാണ്. വെറുമൊരു സ്വപ്നമല്ല, അവരുടെ ജീവിതത്തെ പിടിച്ചുകുലുക്കിയ ഒരു ദർശനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉമ്മു ഹബീബ വെറുമൊരു സാധാരണ അഭയാർത്ഥിയായിരുന്നില്ല. അവർ മക്കയുടെ രാജകുമാരിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. അറേബ്യയിലെ ഏറ്റവും ശക്തരായ ഖുറേഷി ഗോത്രത്തിന്റെ തലവൻ അബൂ സുഫിയാന്റെ പ്രിയപ്പെട്ട മകൾ. അവരുടെ സിരകളിൽ ഓടിയിരുന്നത് അധികാരവും പ്രതാപവുമാണ്. അവരുടെ മുന്നിൽ ശരിക്കും രണ്ട് വഴികളുണ്ടായിരുന്നു. ഒന്ന്, പിതാവിന്റെ വഴി, അധികാരം, പദവി, പാരമ്പര്യം, അങ്ങനെ എല്ലാം വാഗ്ദാനം ചെയ്യുന്ന സുഖപ്രദമായ ഒരു പാത. പക്ഷെ മറുവശത്തോ, അവർ തെരഞ്ഞെടുത്ത വിശ്വാസത്തിന്റെ വഴി. അതിൽ പ്രവാസമുണ്ട്, ഒറ്റപ്പെടലുണ്ട്, മുന്നോട്ടെന്താകുമെന്നറിയാത്ത ഒരു അനിശ്ചിതത്വമുണ്ട്. അവർ തെരഞ്ഞെടുത്തത് ആ രണ്ടാമത്തെ വഴിയാണ്. അതിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. അതുകൊണ്ടുതന്നെ മക്കയിൽ നിന്ന് അബ്സീനിയയിലുള്ള ഇലേക്കുള്ള ആ യാത്ര അതൊരു സാധാരണ പലായനമായിരുന്നില്ല. അതെല്ലാ സുഖസൗകര്യങ്ങളോടുമുള്ള ഒരു വിടപറയലായിരുന്നു. അനിശ്ചിതത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അത്. പക്ഷേ കഥയിലെ ഏറ്റവും വലിയ പരീക്ഷണം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രവാസ ജീവിതത്തിൽ, ആ അന്യനാട്ടിൽ അവർക്ക് താങ്ങും തണലുമാകുമെന്ന് കരുതിയ സ്വന്തം ഭർത്താവ് ഉബൈദുള്ള ഇബ്നു ജഹഷ്. അവരെ മാത്രമല്ല, അവർ വിശ്വസിച്ച ആ വിശ്വാസത്തെ തന്നെ ഉപേക്ഷിച്ചുപോയി. ആ നിമിഷം ഒന്നോർത്തു നോക്കൂ. അവർ ഒറ്റയ്ക്കായി, ഒരു അപരിചിത രാജ്യത്ത് അഭയാർത്ഥിയായി, കൂട്ടിനാരുമില്ലാതെ, സ്വന്തം ഭൂതകാലം പോലും നഷ്ടപ്പെട്ടൊരവസ്ഥ. അവരുടെ ലോകം ശരിക്കും ഇരുട്ടിലായിപ്പോയി. ആ ഒരു കൂരിട്ടിലും കെട്ടുപോകാതെ നിന്ന ഒരേയൊരു വെളിച്ചം അത് അവരുടെ വിശ്വാസം മാത്രമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ആ നിമിഷത്തിലും ആ വിശ്വാസം അവരെ കൈവിട്ടില്ല. അതായിരുന്നു അവരുടെ ശക്തി, അവരുടെ പ്രതീക്ഷ. എന്നാൽ ആ ഇരുട്ടിലേക്ക് തീർത്തും അപ്രതീക്ഷിതമായി ഒരു പ്രകാശം കടന്നുവരാൻ പോവുകയായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിക്കുറിക്കുന്ന ഒരു സന്ദേശം അവരെ തേടിയെത്താൻ പോകുന്നു. ഒരു ദിവസം അബ്സീനിയയിലെ രാജാവായ നജ്ജാശിയുടെ കൊട്ടാരത്തുനിന്ന് അവർക്കൊരു വിളിവന്നു. എന്തിനാണ് വിളിക്കുന്നതെന്നൊന്നും അറിയില്ല. പേടിയോടെ, ആകാംക്ഷയോടെ ആ കൊട്ടാരത്തിലേക്ക് നടന്നു ചെല്ലുമ്പോൾ തന്റെ ജീവിതം എന്നേക്കുമായി മാറാൻ പോകുകയാണെന്നവർ അറിഞ്ഞിരുന്നില്ല. അവിടെ വെച്ച് രാജാവ് അവരോട് ആ സന്ദേശം പറഞ്ഞു. ദൈവദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ കരം ആവശ്യപ്പെട്ടിരിക്കുന്നു. ചിന്തിക്കാൻ പോലും പറ്റുമോ? പ്രവാചകന്റെ വിവാഹ അഭ്യർത്ഥന, അതും ഒരു രാജാവ് നേരിട്ടറിയിക്കുന്നു. ഒരു രാജാവ് തന്നെ ദൂതനായി മാറിയ അവിശ്വസനീയമായ ഒരു നിമിഷമായിരുന്നു അത്. അതോടൊപ്പം 400 സ്വർണ്ണ ദിനാർ വിവാഹമൂല്യമായി പ്രവാചകനു വേണ്ടി രാജാവ് തന്നെ നൽകി. ഇതൊരു വെറും സംഖ്യയല്ല, ഇതവർക്ക് നഷ്ടപ്പെട്ടുപോയ പദവിയും അന്തസ്സുമെല്ലാം തിരികെ നൽകുകയായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായിരുന്നു അത്. അങ്ങനെ ഉമ്മു ഹബീബ മദീനയിലെത്തി വിശ്വാസികളുടെ മാതാവ് എന്ന പദവിയിലേക്കുയർന്നു. പക്ഷേ അവരുടെ കഥ അവിടെ തീരുന്നില്ല. കാരണം അവരുടെ യഥാർത്ഥ കിരീടം ഇതൊന്നുമായിരുന്നില്ല. യെസ്, ഉമ്മു ഹബീബയുടെ യഥാർത്ഥ കിരീടം സ്വർണം കൊണ്ടോ പദവി കൊണ്ടോ ഉണ്ടാക്കിയതായിരുന്നില്ല. അത് തലമുറകൾക്ക് വഴികാട്ടിയ പവിത്രമായ അറിവായിരുന്നു. ഇതാണ് അവർ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ഈയൊരു വാചകം, ഒരു രാവും പകലും കൊണ്ട് 12 റകാത്ത് നമസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിലൊരു വീട് പണിയും എന്ന വാഗ്ദാനം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്നും പ്രചോദനമാകുന്ന ഒരു വാഗ്ദാനം. ഈ അറിവ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയതെന്ന് നോക്കൂ. പ്രവാചകരിൽ നിന്ന് അത് ഉമ്മു ഹബീബ പഠിക്കുന്നു, അവരിൽ നിന്ന് അടുത്ത തലമുറ, അങ്ങനെ കൈമാറി ഓരോ കണ്ണിയും അതിന്റെ പരിശുദ്ധി ഒട്ടും ചോർന്നുപോകാതെ നമ്മളിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. എന്താണ് യഥാർത്ഥ രാജകീയത? സ്വർണ്ണ കിരീടങ്ങളോ അധികാരമോ ആണോ? അതോ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് തന്റെ വിശ്വാസം കൊണ്ട് ലോകത്തിന് വെളിച്ചം നൽകിയ ഉമ്മു ഹബീബയുടെ ജീവിതമാണോ? ഒരുപക്ഷേ അതിന്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട ഒന്നാണ്.